എന്നാടാ നീ ഇങ്ങനെയൊക്കെ? എന്ത് പറ്റി? കാര്യം പറ. എന്തേ കാര്യം പറഞ്ഞാൽ നിങ്ങളത് ചെയ്തു തരുമോ? അതെന്നോട് അച്ചു ഇങ്ങനത്തെ ടോക്ക്? ചെയ്ത് തരുമോ ഇല്ലേ? എനിക്കതറിഞ്ഞാ മതി. പിന്നല്ലാണ്ട് ചെയ്യാണ്ട് പിന്നെ നീ കാര്യം പറ. ചെയ്ത് തന്നെ ഉറപ്പായിട്ട്. റിയലി? വേറെ ഒന്നും അല്ലല്ലോടാ. പ്രശ്നം ഉണ്ടാക്കണ വല്ലതുകൊണ്ട് ഞാനില്ലാട്ടോ. ഇത് കുറച്ചു മുമ്പല്ലേ പറഞ്ഞ ചെയ്തു തരാമെന്ന്. സെഡായി. നീ കാര്യം പറയാടാ. ഞങ്ങളെ കൊണ്ട് പറ്റണയാണ് ഞങ്ങൾ ചെയ്തു തന്നിരിക്കും. ഓക്കെ. അത് നിങ്ങൾക്കില്ലേ? ഞങ്ങൾക്കില്ലേ? നിങ്ങൾ വെറുപ്പിക്കാതെ. ഓക്കെ, യു കണ്ടിന്യൂ. നിങ്ങൾക്കില്ലേ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കൊണ്ടാ കൊച്ചിനെ ഒന്ന് സെറ്റാക്കി തരാൻ പറ്റുമോ പ്ലീസ്? ഏതാടാ ഈ ടിക്കി? നിനക്കറിയില്ലേ? നിന്റെ ടിക്കിനെ എനിക്കെങ്ങനെ അറിയാനാ? ദാ പൊട്ടാ, നിങ്ങൾ മഞ്ഞളിൽ വെച്ച് കുറെ പെണ്ണുങ്ങളെ വാങ്ങി നോക്കില്ലായിരുന്നോ? ഞാൻ പെണ്ണുങ്ങളൊന്നും വാങ്ങി നോക്കില്ലായിരുന്നേ. പിന്നെ ഒരു പുണ്യവാൻ. ഞങ്ങള് പെണ്ണുങ്ങളെ നോക്കിയ, ബട്ട് നീ നോക്കിയത് വേറൊരാളെ അല്ലേ, കൊച്ചു കള്ളൻ. പൊടി കുരുപ്പേ, നിങ്ങളിപ്പോ എന്നാത്തിനാണ് എന്റെ സെക്ഷുവാലിറ്റി ചർച്ച ചെയ്യുന്നേ? നമ്മൾ എന്തിനാ വന്നേ? അതിനെപ്പറ്റി നോക്ക്. ചുമ്മാ എന്റെ നേരെ. ജാക്സൺ പറഞ്ഞ റൈറ്റാ. നിങ്ങൾ അവന്റെ കാര്യത്തിൽ ഇടപെടാതെ എന്റെ കാര്യത്തിൽ ഇടപെടൂ. നിന്റെ എന്ത് കാര്യം? ഞാൻ പൊട്ടന്മാരോടാണല്ലേ വേദോതി എന്റെ കർത്താവേ. എടാ പൊട്ട, ടിക്കിയുടെ കാര്യം. ഓ അത്. നീ ഞങ്ങൾ എന്ത് ചെയ്യാനാ നീ ഉദ്ദേശിക്കണേ? നിങ്ങളൊന്ന് അവളെ പറ്റി ഒന്ന് തിരക്കിയാ മതി ഓരോന്നും. ലൈക്ക് അവളുടെ ഇൻഫോസ്. ബാക്കി കാര്യം ഞാൻ ഏറ്റോളാം. അങ്ങനെ പറയല്ലോടി. നിന്നെ കൊണ്ട് എനിക്കൊരു സ്പെഷ്യൽ നീഡ് ഉള്ളതാ. എന്ത് സ്പെഷ്യൽ നീഡ്? അതില്ലേടി, ഇന്ന് നീ കണ്ട ചെറുക്കനില്ലേ, ജാസിയോ എന്തു ആകട്ടെ, അവനീ ടിക്കിയുടെ ബോയ് ഫ്രണ്ട് ആന്ന് എനിക്ക് തോന്നുന്നു. അത് നീ എന്റെ ലൈൻ പിടിക്കാനോ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല. നീ തോക്കി കയറി വെടിവെക്കാതെ എന്റെ കൊച്ചേ. പറയണ മുഴുവൻ കേക്ക്. പറ. നീ എങ്ങനെയെങ്കിലും അവനെ പോയി മീറ്റ് ചെയ്ത് ടിക്കി അവന്റെ ലൈനാണോ അല്ല എന്നൊന്ന് പറഞ്ഞാ മതി. അത് ഞാൻ അവനെ എങ്ങനെ മീറ്റ് ചെയ്യാനാ? അതൊക്കെ മീറ്റ് ചെയ്യൂന്നേ. അതൊക്കെ ഓക്കെ. അല്ല, ഇത് ചെയ്തിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? ഞാൻ നിനക്ക് 5 കിലോ ഓറഞ്ച് വാങ്ങിച്ചു തരാം. എന്ത്? 5 കിലോയോ? ആന്നേ. ഇത് എപ്പോ? മക്കളെ വന്നേ, ഫുഡ് ആയിട്ടുണ്ടേ. വാട ഫുഡ്. ഫുഡ് താ മുഖ്യം പിക്കലേ. ഇത് എവിടുന്നാ നീ ബൈക്ക് കപ്പിച്ചേ? അതൊക്കെ ഉണ്ട്. ഈ ഞങ്ങളെ വിചാരിച്ച സാധിക്കാത്ത ഒന്നുമില്ല എന്റെ മോനെ അച്ചു. അപ്പൊ അച്ചൂസെ, ഞാനും ഫിലിക്സും അവളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോയി ഇൻഫർമേഷൻസ് ചോദിക്കാം. ആൻഡ് ജാക്സന് വന്നേം ജാസിന്റെ അടുത്തും പോ. അല്ല, ആരൊക്കെയാ അവളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോകുന്നു പറഞ്ഞേ? ഞാനും ഫിലിക്സും. അല്ലേടാ ഫിലി? അത് തന്നെ, ഞാനും ഡാനും. ഞാനിച്ചിരി കോഴിത്തരം മണക്കുന്നു. പോടി വെച്ചേ. അപ്പൊ അതൊന്നും പറഞ്ഞ് പരത്താതെ. നിനക്ക് ദോഷം കിട്ടും, ദോഷം. എങ്കിൽ എനിക്കും വേണം 2 എണ്ണം. എന്ത് ദോശ? ദോശ മാത്രം മതിയാവോടാ? കുറച്ച് ചട്നിയും കൂടെ എടുക്കാം. അവന്റെ ഒരു ചളി. അതിന് മാത്രം ഒരു ക്ഷാമയില്ല. മിക്കവാറും അവസാനം ഇവന് ഞാൻ തന്നെ തല്ലിക്കൊല്ലേണ്ടി വരും. അച്ചൂസേ. എന്തച്ചൂസ്? നാളെ ഓക്കെ. I want the complete details about her before evening. Understand? എടാ അച്ചു, ഈ 4 എണ്ണം എങ്ങോട്ടേക്കാ നീ പുറപ്പെട്ടെ? മമ്മിക്കൊരു മരുമോളെ കണ്ടുപിടിക്കാൻ. എന്തുവാ? ഒന്നുമില്ലെന്ന്. ഞാൻ കേട്ട്. നടക്കട്ടെ നടക്കട്ടെ. പിന്നെ ചുമ്മാ പോ ഒന്ന് മമ്മി. Meanwhile, നീ ഇന്നലെ ആ സൂപ്പർ മാർക്കറ്റിൽ വന്ന ആ 2 ചെറുക്കന്മാരെ കണ്ടായിരുന്നോ? ഏതാടി? ആ ഫ്രെക്കിൾസ് ഉള്ള ക്യൂട്ട് ചെറുക്കനും ആ തോട്ടി പോലെ പൊക്കമുള്ളവനും ആണോ? അതന്നെടി, നീയും ശ്രദ്ധിച്ചറിഞ്ഞല്ലേ? പിന്നല്ലാതെ. അവരിവിടെ പുതുതാണെന്ന് തോന്നുന്നു. എന്താന്ന് രണ്ടും കൂടി എന്നെ കൂട്ടാതെയുള്ള സംസാരം? ഞാനും കൂടെ ഒന്ന് കേക്കട്ടെന്നേ. എന്നോടും കൂടെ പറ. അതൊന്നുമില്ല ടിക്കി, ഞങ്ങൾ ഓരോന്നും ഇങ്ങനെ. എന്തിങ്ങനെ? ഓ ഇതാരാ? ഓ അപ്പാ. ഹലോ അപ്പാ. എന്നാ അപ്പാ? എന്തിനാ അപ്പാ? അതെന്നാ കാര്യാ? ഓക്കെ ദേ വന്ന്. എടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയേക്കോണേ. നീ പോയിട്ട് ഇങ്ങോട്ട് തന്നെ വരുവോ? ഉറപ്പില്ലാടി. ഞാനെങ്കിൽ ചെന്നിട്ട് മെസ്സേജ് അയക്കാം അതിനെ പറ്റി. ആടി ഓക്കെ ബൈ. എടാ എവിടെയാന്ന് പറഞ്ഞു ഇങ്ങനെ തപ്പാനാ? തപ്പി തപ്പി മനുഷ്യൻ മടുത്ത്. കഫേ കണ്ടില്ലേ, അവിടെ പോയി 2 ചായ കുടിക്കായിരുന്നു.
ഈ നട്ടുച്ചക്ക് ചായ ഡഫേലി ദേ ഇത് അമൽമാരല്ലേ? വാ അങ്ങോട്ടേക്ക് ചെല്ലാം. ഡേഡി നമ്മള് നേരത്തെ കണ്ട ചെക്കന്മാര് അത് തന്നെ, അവരെന്നെ ഇവിടെ. ആ എനിക്കെങ്ങനെ അറിയാം ഡേഡി, അവര് നമ്മളുടെ അടുത്തേക്ക് വന്നേ. ഹായ്, ടിക്കിയുടെ ഫ്രണ്ട്സ് അല്ലേ നിങ്ങള്? ആ അതെ, ടിക്കിനെ എങ്ങനെ അറിയാം? Much later. അപ്പൊ കാര്യം നിങ്ങളുടെ ഫ്രണ്ടിന് വേണ്ടിയാണല്ലേ? അതെ. ബട്ട് ഒരു പ്രോബ്ലം ഉണ്ട്. എന്ത് പ്രോബ്ലം? അത് അവളെ ലൈഫ് ലോങ് സിംഗിൾ ആകാൻ ആഗ്രഹിക്കുന്ന. സോ അവള് കാരണം ഞങ്ങൾക്കും നോ ലവ് നോ ലൈൻ. വാട്ട്? ഇതെന്നാ ഇങ്ങനെ? നിങ്ങളെ ലൈൻ അടിക്കാൻ സമ്മതിക്കാത്തന്നാ? എങ്ങനെ എന്താന്ന് ചോദിച്ചാ ഞങ്ങൾക്കറിയില്ല. അവള് പറയുന്നത് ഞങ്ങൾ കേൾക്കുന്നു. ദാറ്റ്സ് ഓൾ. അല്ല, ഇതിന് വേറെ വഴിയൊന്നുമില്ലേ? ഐ മീൻ നിങ്ങളെ. മനസ്സിലായി നിങ്ങൾ എന്താ ഉദ്ദേശിച്ചെന്ന്. അതിനർത്ഥം നിങ്ങൾക്കും ഞങ്ങളെ. അതെ. അല്ല, ആ ഒരു വഴി പറഞ്ഞില്ല. ആ വഴി ഇങ്ങനെ വലിച്ചു നീട്ടി പറയാനൊന്നുമില്ല. ദാറ്റ്സ് നിങ്ങൾ വന്ന ഉദ്ദേശം തന്നെ. ടിക്കിയും അച്ഛനും സെറ്റ് ആകണം, എന്നാ ഞങ്ങള് ഫ്രീ. അത്രേ ഉള്ളൂ? അത് ഞങ്ങളേറ്റ് അല്ലേ ഡഫലി? അത് തന്നെ, ഈസി പീസി ലെമൺ സ്ക്വീസി. അപ്പം മിഷൻ അക്കി. അക്കിയോ? അതെ, അക്കി. അച്ഛന്റെ ആയും ടെക്കിന്റെ കീയും അക്കി. Meanwhile. എന്റെ ജാക്സ, ഇത് എങ്ങോട്ടേക്കാണ് നീ പോണേ? ആ എനിക്കറിയില്ല, ചുമ്മാ ഞാനിങ്ങനെ ചുറ്റിടിക്കുക. ചിലപ്പോ ഓന്റെ പേര് ജാസിനെ കണ്ടാലോ? കണ്ടില്ലെങ്കിലോ? എന്റെ അന്നക്കുച്ച ഇങ്ങനെ നെഗറ്റീവ് ആകാതെ. ഞാൻ നെഗറ്റീവ് ആയൊന്നും അല്ല, കാര്യം പറഞ്ഞതേ ഉള്ളൂ. എന്താണ് കാർ ഒതുക്കിയ? അവന് കണ്ടോ? കണ്ട്. ഏത്? ഈ ലൈബ്രറിയിലോ? ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ കണ്ട എല്ലാം നീ കാണുന്നുണ്ടോ? ഇങ്ങോട്ട് വന്നേ, പോയി നോക്കാം. അപ്പൊ അന്നെ ഇവൻ ഇവിടെ എവിടെയോ പോയിട്ടുണ്ട്. നീ പോയി നോക്ക്, ഞാൻ നീ പോരാവേ. ഈ ജാക്സൺ ഇതിപ്പോ എങ്ങോട്ടാ പോയോ? ഹലോ, ഓർമ്മയുണ്ടോ ഈ മുഖം? പിന്നല്ലാതെ, എന്റെ മൂക്ക് ഇടിച്ചു പൊട്ടിച്ചാളുടെ മുഖം മറക്കാൻ പറ്റുമോ? അപ്പൊ ഓർമ്മക്കുറവില്ല, ഞാൻ ടെസ്റ്റ് ചെയ്തയാ. ഓർമ്മക്കുറവില്ല മിസ് പഞ്ചി. അല്ല, മാഡം എന്നെ ഇവിടെ. ആൾക്കാർ ഇവിടെ എന്തിനാ നോർമലി വരാറ്? ബുക്ക് വായിക്കാൻ. ഞാനും അതിന് തന്നെ വന്നേ. ഐഷ്, ഞാനൊരു പൊട്ട ചോദ്യാണല്ലേ ചോദിച്ചേ. പിന്നല്ലാണ്ട്. അല്ല, നീ ഏത് ബുക്ക് എടുക്കാനാ വന്ന? ഏത് ബുക്കാന്ന് ചോദിച്ചാ അത് പ്രൈഡ് ആൻഡ് പ്രെജുഡീസ്. അത് തന്നെ. പ്രൈഡ് ആൻഡ് പ്രെജുഡീസോ? അതിവിടെ ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. അതെന്താ? അതെന്റെ വീട്ടിലാ, ഞാൻ വായിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു വെച്ചിട്ടില്ല. മൈ ബാഡ്. ബെസ്റ്റ്. ബുക്ക് എടുത്താ തിരിച്ചു വെക്കാൻ അറിയില്ലല്ലേ? ചെറുതായിട്ട്. അല്ല, നിനക്ക് ബുക്ക് വേണമെങ്കിൽ വീട്ടിൽ വന്നാ ഞാൻ തരാം. അതിന് നിന്റെ വീട് എവിടാന്ന് എനിക്ക് അറിയില്ലല്ലോ. ഓ ശരിയാ, അത് ഞാൻ വിട്ട്. നാളെ ഈ ലൈബ്രറിയിൽ വരുവാണേ ഞാനത് കൊണ്ടുവരാം. ഓക്കെ? ഓക്കെ. വേറെ എന്നാക്കെ? ഞാൻ ഇവിടുത്തെ കഫേ നല്ലതാണെന്ന് കേട്ട. അവിടെ പോയി ഒരു കോഫി കുടിച്ചാലോ? വൈ നോട്ട്? പക്ഷേ പൈസ നീ കൊടുക്കണം. കൊടുക്കാം. ഞാൻ ഇങ്ങനെ മനസ്സിൽ ഓർക്കുമായിരുന്നേ, നിന്നെ എവിടെയോ ഇതിനു മുമ്പ് ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. ഇന്നലത്തെ ഇൻസിഡന്റ് അല്ല, കൊച്ചിൽ നിന്നെ കണ്ട് നല്ല പരിചയമുണ്ട്. എന്നെയോ? അതെ, നിന്നെ തന്നെ. അതിന് വഴിയുണ്ടാവില്ല. അതെന്താ? ആക്ച്വലി ഞാൻ ഇവിടെ നിന്നുള്ളതല്ലടോ, ഞാൻ സ്റ്റേറ്റ്സിന്നാ വിസിറ്റിന് വന്നയാ. ഓ, അപ്പൊ നിന്നെ അല്ലായിരിക്കും. ഒരാളെ പോലെ 9 പേരുണ്ടെന്നാണല്ലോ പറയാറ്. അങ്ങനെയൊക്കെ പറയുവോ? പറയും തോന്നുന്നു. വേറെ നിനക്ക് ബൈ ചാൻസ് ഒരു ടിക്കിനെ അറിയാവോ? ടിക്കിനെയോ? പിന്നല്ലാണ്ട്. എങ്ങനെ, ലവർ വല്ലോ? ഇങ്ങനെ ചിരിക്കാൻ മാത്രം ഞാനിപ്പോ എന്ത് പറഞ്ഞേ? അതോ, അവളെന്റെ അനിയത്തിയാണോ? അനിയത്തിയോ? ജസ്റ്റ് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. സോറി. ഹേ, ഇറ്റ്സ് ഓക്കേ. അല്ല, അവളെങ്ങനെ പരിചയം? അത് എന്റെ ചേട്ടൻ അറിയാം അവളെ. അപ്പൊ അവള് കമ്മിറ്റഡ് ആണോന്ന് അറിയാനല്ലേ? അതെ. എങ്ങനെ മനസ്സിലായി? എല്ലാരും എപ്പോഴും വന്ന് ചോദിക്കണ ചോദ്യാ. അപ്പൊ നീയും അതായിരിക്കും ചോദിക്കണെന്ന് ഗസ് ചെയ്താ. ഓ ഐ സേ. അല്ല, അതിന്റെ ആൻസറും കൂടി, ഐ മീൻ കമ്മിറ്റഡ് ആണോ അല്ല എന്നെ. അത് ഇന്ന് അവളെ കുറച്ചുപേര് കാണാൻ വന്നുണ്ടെന്ന് അപ്പം പറഞ്ഞ്. എന്റെ ബലമായ സംശയം അവൾ എപ്പോഴത്തെയും പോലെ റിജക്റ്റ് ചെയ്യുന്ന. ഇപ്രാവശ്യം അപ്പനെന്തോ ഓർപ്പിച്ചോണ്ടാ. അതുകൊണ്ട് നോ ഗ്യാരണ്ടി. ഓ, വീണ്ടും ഐ സേ.
അപ്പൊ ജാസി എന്നാ ഞാൻ പോയേക്കുവാണേ. എന്റെ ചേട്ടന്റെ പോണ്. അപ്പം അതാണോ നീ പറഞ്ഞ ചേട്ടൻ? അല്ല, അതെന്റെ ചേട്ടന്റെ ഫ്രണ്ട്. അപ്പൊ ഞാനൊന്ന് പൊളൈറ്റ് ആയിട്ട് അന്നേ ദേ വന്ന്. അപ്പൊ ജാസി ബൈ. ബൈ. എന്നാ പറ്റി ജാക്സ, മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നേ? ഒന്നുമില്ല, വാ വണ്ടി കയറ. അല്ല, എന്താ ഉണ്ടല്ലോ, കാര്യം പറ. ഒന്നുമില്ലെന്ന് നിന്നോട് വണ്ടി കയറാനല്ലേ പറഞ്ഞേ? ജാക്സ, ഞാൻ